ഹരിശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യസ്വാനുഭാവമഖിലശ്രുതിസാരമേഘം അധ്യാത്മദീപമതിദിദീക്ഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. യം പ്രവചന്തമനുവേദമവേദകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദോ സ്തം സർവബോധഹൃദയം മുനിമാനതോസ്മി. ജന്മാദസ്യ യദോന്നയാദിതരതശ്ചാത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേത്ര ഹൃദിഭി ശുശ്രൂഷുഭിസ്തക്ഷണാത്. മനോരഥോ മദീയോയം സബലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഖരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ യദത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്നൊന്തി ദിവ്യൈസ്തവൈർ വേദേ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതൽഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം ശ്രീമദ് ഭാഗവത മഹാത്മ്യം ശ്രീ പത്മപുരാണ അന്തർഗതം അത പ്രഥമോധ്യായഃ. ഒന്നാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. മംഗളാചരണവും സൂത ശൗനക സംവാദവും. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. സച്ചിദാനന്ദരൂപനും വിശ്വത്തിൻ്റെ ഉൽപ്പത്തിക്ക് ആദികാരണനും ആദിഭൗതികം ആദിദൈവികം ആധ്യാത്മികം എന്നീ മൂന്ന് താപങ്ങളെയും, അതാണ് താപത്രയ വിനാശം പറയുമ്പോൾ, മൂന്ന് താപങ്ങളെയും നശിപ്പിക്കുന്നവനുമായ ശ്രീകൃഷ്ണനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. യം പ്രവചന്തമനുവേദം അവേദകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദോ സ്തം സർവബോധഹൃദയം മുനിമാനതോസ്മി. ഉപനയനാദി സംസ്കാരങ്ങൾ വയ്ക്കാത്തവനും ലൗകികമായ ആചാരങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവനും സന്യസിച്ചു പോകുന്നവനും ഏകനായി നടക്കുന്നവനുമായ യാതൊരുവനെ വിരഹത്താൽ ദുഃഖിതനായ വ്യാസൻ പുത്ര എന്ന് കാതരസ്വരത്തിൽ വിളിച്ചുവോ, അപ്പോൾ ഇവൻ ബ്രഹ്മവുമായി തന്മയത്വം പ്രാപിച്ചവനും സർവഭൂതങ്ങളുടെയും ഹൃദയത്തിനുള്ളിലിരിക്കുന്ന ബ്രഹ്മം തന്നെയാണെന്നും വൃക്ഷങ്ങൾ കൂടി മറുപടി പറഞ്ഞു. ആ ശുഖമുനിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ജനിച്ചപ്പോൾ തന്നെ ഉപനയനാദികൾ നടത്തുന്നതിന് മുമ്പ് സന്യസിച്ചു പോയ ശുഖബ്രഹ്മർഷിയെ വിരഹദുഃഖത്താൽ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് വ്യാസൻ പിന്തുടരുകയാണ്. ഏ മുനി, അങ്ങയുടെ പുത്രൻ ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ട് സർവ്വഭൂതങ്ങളുടെയും ഹൃദയമായി തീർന്നിരിക്കുന്നു.
അതായത് സർവാന്തര്യാമിയായ ബ്രഹ്മമായിട്ട് ഭവിച്ചിരിക്കുന്നു എന്ന് വൃക്ഷങ്ങൾ മറുപടി പറയാണ്. അങ്ങനെ ബ്രഹ്മമായ ശുഗബ്രഹ്മർഷിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് സാരം. മൂന്നാമത്തെ ശ്ലോകം. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദ കുശല ശൗനകോ ബ്രവീദ്. നൈമിഷാരണത്തിൽ ആസനസ്ഥനായിരിക്കുന്ന മഹാബുദ്ധിമാനായ സൂതനെ വന്ദിച്ചിട്ട് കഥാമൃതത്തെ ആസ്വദിക്കാൻ സമർത്ഥനായ ശൗനകൻ പറഞ്ഞു. നാലാമത്തെ ശ്ലോകം. ശൗനകോവാച. അജ്ഞാനന്ദാന്തവിധ്വംസ കോടി സൂര്യ സമപ്രഭ സൂതാക്യാഹി കഥാസാരം അമകർണരസായനം. ശൗനകൻ പറഞ്ഞു, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിൽ കോടി സൂര്യന് സമമായ പ്രഭയോടുകൂടിയ ഹേ സൂത, എൻ്റെ കർണങ്ങൾക്ക് രസം നൽകുന്നതായ കഥാസാരത്തെ അങ്ങ് പറഞ്ഞു തന്നാലും. അഞ്ചാമത്തെ ശ്ലോകം. ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവേ ക്രിയതേ കഥം. മഹാത്മാക്കൾക്ക് ഈശ്വരനിൽ പരമമായ ഭക്തിയും അതിലൂടെ ആത്മജ്ഞാനവും വിഷയവൈരാഗ്യവും വർദ്ധിക്കുവാനുള്ള മാർഗം എന്താണ്? മായമൂലമുള്ള അവിവേകത്തെ വിഷ്ണു ഭക്തന്മാർ ഏതു വിധത്തിലാണ് നശിപ്പിക്കേണ്ടത്? ഇഹ ഘോരേ കലോ പ്രായോ ജീവശ്ച സുരതാം ഗത ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനീക്കും പരായണം. ഭയങ്കരനായ കലി ഇവിടെ പ്രവേശിച്ചിരിക്കുന്നതിനാൽ ജീവനും അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ക്ലേശങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവനെ ആ കലിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? ഏഴാമത്തെ ശ്ലോകം. ശ്രേയസാം യദ്ഭവേക്ഷേയ പാവനാനാം ജപാവനം കൃഷ്ണപ്രാപ്തികരം സാധനം തദ്വദാധുന. ശ്രേയസ്സുകളുടെ കൂട്ടത്തിൽ പരമശ്രേയസ് ഏതാണ്? പാവനമായിരിക്കുന്നവയിൽ വെച്ച് ഏറ്റവും പാവനമായ സാധനം ഏതാണ്? കൃഷ്ണപ്രാപ്തിയെ നൽകുന്നതായ സാധനം ഏതാണോ അതിനെ അങ്ങ് ഇടവിടാതെ ഇപ്പോൾ പറഞ്ഞാലും. എട്ടാമത്തെ ശ്ലോകം. ചിന്താമണിർലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ചിന്താമണി ലൗകിക സുഖങ്ങൾ നൽകുന്നു. സുരദ്രുവായ കൽപ്പവൃക്ഷം സ്വർഗീയ സുഖങ്ങൾ നൽകും. ശിഷ്യനിൽ സംപ്രീതനായ ഗുരുവാകട്ടെ യോഗികൾക്ക് പോലും ലഭിക്കാൻ പ്രയാസമായ വൈകുണ്ഠത്തെ നൽകുന്നു. ചെമ്പ്, ഇരുമ്പ്, ശിലകൾ എന്നു വേണ്ട സ്പർശിക്കുന്ന ഏതു വസ്തുവിനെയും സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന വിശിഷ്ട രത്നമാണ് ചിന്താമണി. അതുപോലെ ആഗ്രഹിക്കുന്നതെല്ലാം തരാൻ കഴിവുള്ളതാണ് സ്വർഗത്തിലെ കൽപ്പവൃക്ഷം. ഇവയ്ക്കൊന്നിനും സംസാര ദുഃഖ നിവൃത്തിയും പരമപുരുഷപ്രാപ്തിയും നൽകാൻ കഴിവില്ല. ഗുരുവിന് മാത്രമേ അജ്ഞാനം നശിപ്പിച്ച് പരമജ്ഞാനത്തിലൂടെ യോഗികൾക്ക് പോലും കിട്ടാൻ പ്രയാസമായ പരമാനന്ദവും വൈകുണ്ഠപ്രാപ്തിയും നൽകാൻ സാധിക്കൂ. ഇനി ഒമ്പതാമത്തെ ശ്ലോകം. സൂതവാച. പ്രീതിശൗനകചിത്തേതേ യഥോ വസ്മി വിചാര്യജ സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം. സൂതൻ പറഞ്ഞു, ഹേ ശൗനക, അങ്ങയുടെ ചിത്തത്തിൽ പ്രീതിയുണ്ട്, അതായത് കഥാശ്രവണത്തിൽ അങ്ങയുടെ ആഗ്രഹത്തിൽ പ്രീതിയുണ്ട് എന്നുമാകാം. അതുകൊണ്ട് സർവസിദ്ധാന്തങ്ങളിൽ നിന്ന് സിദ്ധിച്ചിട്ടുള്ളതും സംസാരഭയത്തെ നശിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ വിചാരം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി പത്താമത്തെ ശ്ലോകം. ഭക്തിയോഗവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം ദേവി ദാസ്യാമി സാവധാനതയാ ശൃണു. യാതൊന്നാണോ ഭക്തിപ്രവാഹത്തെ വർദ്ധിപ്പിക്കുന്നതും കൃഷ്ണപ്രീതിക്ക് കാരണവുമായിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ അങ്ങയോട് വിശദീകരിച്ച് പറയാം, മനസ്സിരുത്തി കേൾക്കുക. 11ാമത്തെ ശ്ലോകം. കാലവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോഗീരേണ ഭാഷിതം. കലിയുഗത്തിലെ ജനങ്ങൾക്ക് കാലസ്വരൂപമാകുന്ന സർപ്പത്തിൻ്റെ മുഖാന്തർഭാഗത്ത് പ്രവേശിക്കേണ്ടി വരുന്നതായ ദുഃഖത്തെ നശിപ്പിച്ച് അമൃതത്വം പ്രദാനം ചെയ്യുന്നതിനായി ശ്രീ ശുഗനാൽ പറയപ്പെട്ടതാണ് സർവവേദാന്ത സാരമായ ശ്രീമദ് ഭാഗവത ശാസ്ത്രം. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഹേ ശൗനക, മനഃശുദ്ധി ഉണ്ടാക്കാൻ ഇതിനേക്കാൾ അന്യമായി യാതൊന്നും തന്നെ ലോകത്തിലില്ല. ജന്മാന്തര പുണ്യം പരിഭാഗമാകുമ്പോഴാണ് ഭാഗവതം ലഭിക്കുന്നത്. ബാക്കി 13ാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.